ഇത് മൈസ്ട്രോ എഡ്ജാണ് വണ്ടി. ഇതിൻ്റെ സി ഡി യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. സി ഡി യൂണിറ്റ് പോയതായിരുന്നു. എന്നാൽ സി ഡി യൂണിറ്റ് തന്നെ ഈ വണ്ടിക്ക് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കീസെറ്റുമായിട്ട് പെയർ ചെയ്യേണ്ടി വരും. ഈ ഉമഗ്ലേസറുള്ള ടൈപ്പാണ്, ഉമഗ്ലേസറിൻ്റെ വയറായി കിടക്കുന്നത്, അതുമായിട്ട് പെയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതിപ്പം പെയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലാത്ത കാരണം ഞാൻ ഒരു ഡുവറ്റിൻ്റെ സി ഡി യൂണിറ്റ് വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഡുവറ്റിൻ്റെ സി ഡി യൂണിറ്റ് കൊടുക്കാൻ സിമ്പിളാണ്. ഇതിൻ്റെ 4 കണക്ഷനേ ഉള്ളൂ, 5 കണക്ഷനേ ഉള്ളൂ. കൊടുത്താൽ മതി. 5 കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കണക്ഷൻ മാറ്റി കൊടുക്കാൻ പറ്റും. ഡുവറ്റിൻ്റെ സി ഡി യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഈ സി ഡി യൂണിറ്റ് തന്നെ മേടിച്ച് വെച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സി ഡി യൂണിറ്റ് സെറ്റ് ചെയ്തത്. സെക്കൻഡ് ഹാൻഡ് സി ഡി യൂണിറ്റ് വെച്ച് മേടിച്ച് സെറ്റ് ചെയ്താൽ പുതിയതല്ല. ഈ ബ്ലാക്കിലാണ് ഈ കറണ്ട് വരുന്നത്. ഇഗ്നിഷൻ ഓൺ ആക്കുമ്പം അത് ഈ ചുമല ലൈനെ കൊടുക്കുക. പച്ച വരുന്നത് എർത്താണ്, നെഗറ്റീവ്. ഇത് പോസിറ്റീവ്, നെഗറ്റീവ്, പച്ചയും ചുമലയും. ഇത് വരുന്ന പിക്കപ്പ് ഓയിൽ, അതെല്ലാം സെയിം കളറാണ് വരുന്നത്, അത് മാറിപ്പോകത്തില്ല. പിക്കപ്പ് ഓയിൽ വരുന്ന ഈ നീലയും മഞ്ഞ വരും, പിക്കപ്പ് ഓയിലാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഇഗ്നിഷൻ ഓണാക്കി കഴിയുമ്പോൾ ഈ ചുമല കറണ്ട് വന്നു കഴിയുമ്പോൾ നേരെ ഈ എച്ച് ടി കോയിലോട്ട് ഈ കറണ്ട് പോകും. ഇത് സ്ഥിരമായിട്ട് കറണ്ട് അതിലോട്ട് പോകുന്നത്. സി ഡി കൊണ്ട് നേരെ എച്ച് ടി കോയിലോട്ട് ഈ കറണ്ട് പോകും. അവിടുന്ന് തിരിച്ച് വരുന്ന കറണ്ടാണ് ഈ പിങ്ക് കളർ. എച്ച് ടി കോയിൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് കറണ്ട് വരും, അതാ പിങ്ക്. അതിവിടെ പച്ചയിൽ ഒരു കറുത്ത ലൈനുള്ളതായി കൊടുക്കണം. അത്രയും കൊടുത്താൽ മതി, വണ്ടി പ്ലഗ് കറണ്ട് വരും. ഇതെന്ന് സെൽഫിൻ്റെയാണ്, സെൽഫ് ഉള്ള വയറാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ കറണ്ട് ഭാഗം ഓക്കെ ആവും. സി ഡി കൊണ്ട് ഈ സി ഡി കൊണ്ട് മതി. ഇനി നമുക്ക് ഒന്ന് സെൽഫ് അടിച്ച് നോക്കാം കറണ്ട് എങ്ങനെ ഉണ്ടെന്ന്. താക്കോൽ ഓണാക്കി അത്യാവശ്യം നല്ല കറണ്ടുണ്ട്. അന്നേരം നമ്മുടെ വയറിങ് ശരിയായിട്ടുണ്ട്.